Hey guys, welcome back to my channel LP Tales. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചലഞ്ച് വീഡിയോയാണ്. ഈ ചലഞ്ച് വീഡിയോയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 24 hours നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നൂഡിൽസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും അതൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടോ. കാരണം നമ്മളെപ്പോഴും എല്ലാവരും കോമൺ ആയിട്ട് കഴിക്കുന്ന മാഗി, ഇപ്പി ഇതൊക്കെ തന്നെ ഞാനും വാങ്ങിക്കാറ്. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 24 hours ഒരു ചലഞ്ചും കൂടി ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് കിടക്കാം. സോ ഗായ്സ് പ്ലീസ് ഫോളോ മീ. സോ ഗായ്സ് നമ്മളിവിടെ കിച്ചണിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാൻ പോകണം. എന്താണ്? നൂഡിൽസ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് ഞാൻ എന്താ ഇവിടെ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക്, ഒന്ന് വൈകിട്ട് എന്നുള്ള രീതിയിൽ. കാരണം അത്ര മതിയാവുമല്ലോ, ഓവറായിട്ട് ഞാൻ അത്രേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഹെൽത്തി വേർഷൻസ് ആണ് എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ല. കാരണം ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് മാഗിയാണ്. അതുകൊണ്ട് തന്നെ അതാണ് എപ്പോഴും ഞാൻ മേടിക്കാറ്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. എന്താവും എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതിലിപ്പോൾ ഏതാണ് ഫസ്റ്റ് കഴിക്കണ്ടേന്നുള്ളൊരു ഡൗട്ടിലാണ് ഇപ്പോൾ ഞാൻ. എന്താ ചെയ്യുക? ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് എന്തായാലും ഒന്നുണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്താ ചെയ്യാം? 3 നമ്മളിങ്ങനെ നിരത്തി വയ്ക്കുക. 3 ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മൾ മെച്ചുവേർഡായിട്ട് തീരുമാനിക്കുക. ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹാവ് എ ഡോങ്കി ഡോങ്കി ഡയറ്റ് ഫാദർ ക്രൈ ഇങ്കി പിങ്കി പോങ്കി. യെസ്, നമുക്ക് ഇതെടുക്കാം. ഇതെന്ന് പറയുന്നത് മില്ലറ്റ് നൂഡിൽസ് ആണ് കേട്ടോ. മില്ലറ്റിന് കുറച്ച് ഹെൽത്തി വേർഷൻസാണ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ അതിൻ്റെ നൂഡിൽസ് മില്ലറ്റ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ മില്ലറ്റിന് നൂഡിൽസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് മില്ലറ്റ് നൂഡിൽസ് മാജിക് മസാല, നോ മൈദ, നോ ഫ്രൈഡ്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ കത്തിക്കാതെ ഒരു വീഡിയോ നടക്കത്തുന്നില്ലല്ലോ. യെസ്, Step 1. Boil 1.5 cup of water. Add noodles. Boil 4 to 5 minutes on high flame or stir well. ഇതെങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ആട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ജസ്റ്റ് ഇത്രയും കാലം മാഗി ഉണ്ടാക്കി നമ്മളോടാണോ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്? നല്ലതായിട്ട് ഉണ്ടാക്കണമെന്ന് കരുതി വെച്ചത്. പിന്നെ മസാലയൊക്കെ ഉണ്ട്, ചെറിയ മസാലയൊക്കെ ഉണ്ട്. മസാല വലുതും നൂഡിൽസ് മറ്റേക്കാളും കുറച്ചുകൂടി ചെറുതാണ്. സോ ഗൈസ് ഇതാട്ടോ ഇതിൻ്റെ ഒരു കോലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്കത് കഴിച്ചു നോക്കാം അല്ലേ, എങ്ങനെ ഇരിക്കുന്നു അറിയണ്ട നമുക്ക് നൂഡിൽസ്. അപ്പോൾ കാണാൻ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നൂഡിൽസിൻ്റെ പോലെ തന്നെ മറ്റേ മാഗീൻ്റെ പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. മാഗി ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. മാഗിനെയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇതിന് നൂഡിൽസ് മസാല ഒരു മാഗിയുടെ ഫ്ലേവർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ നൂഡിൽസിന് ഒരു വെച്ച കട്ടിയും ഒരു മൈദ ടേസ്റ്റ് അല്ല വരുന്നത്. നല്ല നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കണ്ടല്ലേ ഒക്കെ ഉപ്പിടുന്നു. സോ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ലഞ്ചാണല്ലോ. അപ്പോൾ ലഞ്ചിൻ്റെ സമയത്ത് നമുക്ക് കാണാം. സോ ഗൈസ് ഇപ്പോൾ ലഞ്ചിന് സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിയാവാനായ സമയം. അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് 2 PM നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് 2 PM 2 o'clock ആയിട്ടില്ല, എന്നാലും 2 PM നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിക് വെജിറ്റബിൾ സൂപ്പ് ബേസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏഷ്യൻ എന്നാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. നമുക്കെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. രാവിലത്തെ
സക്സസ്ഫുൾ ആയിരുന്നു, ബ്രേക്ക്ഫാസ്റ്റിനുള്ള സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതെല്ലാം കാണിച്ച് വെറുപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഓക്കെ, സോ ഗൈസ്, ഇത് ഞാൻ ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെജിറ്റബിൾ സൂപ്പി നൂഡിൽസാണ്. പക്ഷേ സൂപ്പ് പോലൊന്നും ആയില്ല കേട്ടോ. എന്തായാലും എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് അത്ര വാട്ടറി ആയിട്ട് കഴിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ കഴിക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഒരു കളറും ഒരു ചൈനീസ്, നമുക്കൊരു ചൈനീസ് മറ്റേ നൂഡിൽസൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്മെല്ല് വരത്തില്ലേ, ആ ഏകദേശം ആ സ്മെല്ലായിരുന്നു. ഫസ്റ്റ് ഞങ്ങളൊരു നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച് വെച്ചപ്പോൾ ആ ഒരു നൂഡിൽസിൻ്റെ ഒക്കെ സ്മെല്ല്, എരിവ് അത്ര ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പക്ഷേ ആ ഒരു സ്മെല്ലാണ് ഇതിന്ന് വരുന്നത്. അപ്പോൾ കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. രാവിലെ കഴിച്ചപ്പോൾ അത് മില്ലറ്റ് ആയിരുന്നെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് അത്ര ടേസ്റ്റ് ഇല്ല. ഭയങ്കര ഉപ്പ് ഫീലാണ് ചെയ്യുന്നത്, ഭയങ്കര സോൾട്ടി ഫീലാണ്. ഗൈസ് പറ്റില്ല കേട്ടോ, ഭയങ്കര ഇപ്പം ഞാൻ ഉണ്ടാക്കിയതിൻ്റെയാണോ എന്താണെന്നറിയില്ല, ഭയങ്കര ഉപ്പാണ്. ലാസ്റ്റ് ബൈറ്റ് വരെ എത്തിച്ചിട്ടുണ്ട്. ഭയങ്കര നമുക്കൊരു സമയം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉപ്പ് കാരണം നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നും. പക്ഷെ രാവിലത്തേത് അത് നമുക്ക് നോർമലി കഴിക്കുന്ന പോലത്തെ അല്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. നമുക്കതിനൊരു എന്താ പറയുക, ഒരു നമുക്ക് എൻ്റെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയ ഒരു ടേസ്റ്റായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ഉപ്പാണ്. ഒരു വിധത്തിലാണ് കഴിച്ച് ഇത്രയാക്കിയത്. ടേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ കഴിച്ചാൽ തീരത്തുള്ളൂ. തീർന്നിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു 10ൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1 or 2 ഇത്രയും കൊടുക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ രാവിലത്തെ ആണെങ്കിൽ ഒരു 7, 8 അത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ രാവിലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇത് ഭയങ്കര എന്താ പറയുക, നമുക്ക് വേറൊരു സ്പൈസിയോ അങ്ങനെ വേറെ ഒന്നുമില്ല, ഭയങ്കര ഇതായിരുന്നു, ഉപ്പായിരുന്നു. അത് ആ ഫീൽ മാത്രമാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും പ്രശ്നമാണെന്നും അറിയത്തില്ല. സോ ഇത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. രാവിലത്തെ ഓക്കെ ആയിരുന്നു, ഓക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്തു. ഇനി വൈകുന്നേരം ഡിന്നറാണ് ഇനി ഉള്ളത്. അത് ഇനി എങ്ങനെയാവുമെന്ന് തമ്പുരാൻ മാത്രമേ അറിയത്തില്ല. അപ്പോൾ അതുവരെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇനി കാണാം. ഓക്കെ. ഹേ ഗായ്സ്, അങ്ങനെ സമയം ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡിന്നർ ഞാൻ മാക്സിമം നേരത്തെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. രാത്രി കഴിക്കില്ല എന്നല്ല, രാത്രി കഴിക്കും. പക്ഷെ മാക്സിമം ഞാൻ വൈകുന്നേരത്തോട് തന്നെ എൻ്റെ ഡിന്നറൊക്കെ തീർക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഡിന്നറിനൊക്കെ കൂടുതൽ പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ സമയം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മാഗീൻ്റെ തന്നെ കൊറിയൻ BBQ വെജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നൂഡിൽസാണ് കേട്ടോ. സോ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാം. നമ്മുടെ മാഗി കൊറിയൻ BBQ വെജ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാകുമെന്ന് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. സ്മെല്ല് അത്ര രസമൊന്നുമില്ല, കഴിച്ചു നോക്കാം. രാവിലത്തെ നമുക്ക് സക്സസ്ഫുള്ളായി. ഉച്ചക്കത്തെ
കൊള്ളത്തിലായിട്ട് ഭയങ്കര ഉപ്പിൻ്റെ ടേസ്റ്റായിരുന്നു. ഇനിയിപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല ചൂടാണ്, ഇപ്പം ഉണ്ടായിക്കൊണ്ട് വന്നതേ ഉള്ളൂ. കൊറിയൻ നൂഡിൽസ് ആണ് കിട്ടുന്നത്. നല്ല എരിവുണ്ട്, പിന്നെ ടേസ്റ്റും കുഴപ്പമില്ല. അന്ന് നമ്മൾ ചാലഞ്ചിന് കഴിച്ച ചിക്കൻ നൂഡിൽസ് അന്ന് ചിക്കൻ നൂഡിൽസ് ആയിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. തീർന്നു കേട്ടോ. ടേസ്റ്റ് അടിപൊളിയാണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ എരിവാണ് പ്രശ്നം. അതേ കുഴപ്പമൊന്നുമില്ല. ഇതിന് ഒരു 10ൽ 8 കൊടുക്കും, കാരണം ടേസ്റ്റ് ഉണ്ട്. എരിവിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചക്കത്തെ ഇപ്പം ഇന്ന് നമ്മൾ ഈ കഴിച്ചതിൽ ഉച്ചക്കത്തെ മാത്രമേ ഉള്ളൂ കുറച്ച് ഫ്ലോപ്പായിപ്പോയത്. ഇനി ഞാൻ സാധനം മേടിക്കത്തില്ല. രാവിലെ കഴിച്ച് മില്ലറ്റാണെങ്കിലും ഇതാണെങ്കിലും അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഗൈസ്, എരിച്ചിട്ട് നല്ല എരിവുണ്ട്. സോ അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ 24 hours ഈറ്റിംഗ് ചലഞ്ച് അത് ഇവിടെ അവസാനിക്കാൻ പോകുമായിരുന്നു. നല്ലൊരു ചലഞ്ചായിട്ട് നമുക്ക് പേഴ്സണലി ഒരു ഫീൽ ചെയ്തിട്ടോ. നല്ലൊരു ചലഞ്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടപ്പെട്ടത് മാത്രമായി നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക. ഇതൊരു വെറൈറ്റി ആയിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ ഏത് നല്ലത് ഏത് ചീത്ത എന്നൊക്കെ മനസ്സിലായി. രാവിലെ കഴിച്ച മില്ലറ്റും വൈകുന്നേരം കഴിച്ചതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഉച്ചക്കത്തെ കഴിച്ചത് മാത്രം കുറച്ച് ഫ്ലോപ്പായി പോയി. എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇനി അത് ഞാൻ മേടിക്കത്തുമില്ല. ഭയങ്കര ഉപ്പായിരുന്നു, അത് മാത്രമായിരുന്നു അതിൻ്റെ കുഴപ്പം. വേറൊരു ഫ്ലേവർ നമുക്ക് അതിന് വരുന്നുണ്ടായിരുന്നില്ല. സോ ഗൈസ്, ഇനി നമുക്ക് ഇതേപോലത്തെ നല്ല പുതിയ നല്ലതെന്ന് പറയാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വീഡിയോയാണ് ചെയ്യേണ്ടത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.